ചിരിക്കും. ഇപ്പൊ കണ്ണൻ സ്രാങ്കിന്റെ പേര് കേട്ടാ ഏതവനൊന്ന് ചിരിക്കും. മരണശേഷം മരിച്ച ആളെ ഈ എന്താണ് ബഹുമാനിച്ചില്ലെങ്കിലും അധിക്ഷേപിക്കാതിരിക്കൽ എന്നുള്ളതാണല്ലോ മനുഷ്യാന്തസ്. എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. കള്ളൻ, കൊള്ളക്കാരൻ, മോഷ്ടാവ്, സ്ത്രീലമ്പടൻ. അദ്ദേഹത്തിന്റെ ഭാര്യ താഴെ കടയിലിരിക്കുമ്പോൾ ഈ മര്യാദകേടുകൾ മുകളിൽ മൈക്കിട്ട് പ്രസംഗിക്കുക. ഇങ്ങനൊന്നും ചെയ്യില്ല. അഞ്ചാറബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. വെള്ളാപ്പള്ളി ആരാണ്? അയാൾക്ക് എന്ത് യോഗ്യതയാണ് ശ്രീനാരായണീയരുടെ കാര്യത്തിൽ ഇടപെടാൻ? ഇവരെ പോലുള്ള പബ്ലിക് ന്യൂസൻസുകളെ ഓൺ ദി സ്പോട്ടിൽ വെടിവെച്ച് കൊന്ന് ഇവന്റെയൊക്കെ തല തെരുവ് നായ്ക്കൾക്ക് ഇട്ടുകൊടുക്കണം. അയാൾ SNDP-യിൽ നുഴഞ്ഞു കയറിയത് എങ്ങനെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് എനിക്കറിയാം. സാർ വെറുതെ പറയല്ല, സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയാ. പണ്ട് മഹാ ചെറ്റായിരുന്നു സാർ. ശാശ്വതികാനന്ദ സ്വാമിയുടെ അവിടെ തെണ്ടി നടന്നിട്ട് എരന്ന് പിടിച്ച് മേടിച്ചിട്ടുള്ള ഒരു പൊസിഷനാണ്. ഓഹോ, അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ? എന്താ മല്ലയ്യ, എന്താ ഞാൻ കേൾക്കുന്നത്? പണ്ട് ലാംബെട്ര സ്കൂട്ടറിൽ തെണ്ടി നടന്നുകൊണ്ട് ഗൗരിയമ്മയുടെ അടുത്ത് ഒരു ഷാപ്പ് തരുമോ എന്ന് ചോദിച്ച ഈ എരപ്പാളി ഇങ്ങനെ തന്നെ ഞാൻ പറയും. കാരണം അയാൾ എരപ്പാളിത്തരമാണ് കേരളത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിൽ ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കില്ല. അയാൾ ശ്രീലമ്പടൻ എന്ന് പറഞ്ഞു. ഇയാളുടെ മകൻ ആ തുഷാർ വെള്ളാപ്പള്ളി, അയാള് ശ്രീലമ്പടനല്ലേ? സുഗതനൊരു കെട്ട് പൊട്ടിയ പട്ടമായിരുന്നു, സുഗതനൊരു കുത്തഴിഞ്ഞ ജീവിതമായിരുന്നു. ഇയാളുടെ മുട്ടുകാല് തല്ലി ഓടിക്കാൻ കേരളത്തിലെ ഈഴവർക്ക് കഴിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ പ്രായം 90 കഴിഞ്ഞു. കൊല്ലണേനേക്ക പിള്ളേരുണ്ടാക്കിയിട്ടിരിക്കുന്നു. ഒരു മണ്ടൻ, ഒരു പൊട്ടൻ. ആ പ്രായത്തെ ബഹുമാനിക്കുകയാണ്. ഇനിയെങ്കിലും ഇയാൾ ഈ തന്തയ്ക്ക് പറക്കായ്മ അല്ലെങ്കിൽ ഈ തന്തയില്ലായ്മ ഇവിടെ കാണിക്കാൻ പാടില്ല. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. മമ്മൂട്ടിയെ പോലും അപമാനിക്കുന്ന വിധത്തിലല്ലേ ഈ നാറയ്ക്ക് പിടിച്ച് ഈ അവാർഡ് കൊടുത്തോണ്ട് ഇത് കിട്ടിയ. ഈ ഇരിപ്പിൽ അങ്ങോട്ട് സമാധിയായാൽ മതിയായിരുന്നു. അത് കൊള്ളാം. ചില്ലും കൂട്ടിലാക്കി മുമ്പിൽ ഒരു നേർച്ചപ്പെട്ടിയും വെച്ച ബാക്കിയുള്ളവന് ചെലവിന് കാശും കിട്ടും. അവർ വിചാരിക്കുന്നത് ഈ പറയുന്ന ഒരു കുലംകുത്തി, ഒരു പരനാറി, ഇതൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് ഐ ക്യാൻ യൂസ് ദാറ്റ് ടേം. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസീർ ഞാനാ? നീ ഇയാളെ ഒരു കാരണവശാലും കേരളത്തിലെ ഇടതനോ വലതനോ BJP-യോ അംഗീകരിക്കാൻ പാടില്ല. വല്ലാത്തൊരു പൂതിയാണ് കേട്ടോ. ഇവിടെ ഞാനോ ഞങ്ങളോ ആദ്യമായിട്ട് നേരിടുന്നതല്ല. പഴയ ജീവിതത്തില് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോ എന്നെ നല്ലവനാക്കിയത് ഈ ഫാദറാണ്. നല്ലോണം ചിരിക്കുന്നില്ലേ? ചിരിക്കുന്നവർ നല്ലോണം മനസ്സിലാക്കിക്കോ. ഇയാൾക്ക് ഒരു തരത്തിലുള്ള സ്പിരിച്വൽ ക്വാളിറ്റി ഇല്ല. അതിനേക്കാളും വൃത്തികെട്ടവനാണ് ഇയാളുടെ മകൻ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? നിന്നെയൊക്കെ തീറ്റിപ്പോച്ച സമയത്ത് 3 ആനകൾ വാങ്ങിയിരുന്നെങ്കിൽ തൃശ്ശൂർ പൂരത്തിനോട് നിർത്തി കാശുണ്ടാക്കാമായിരുന്നു.